നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ലൈഫിനെ തന്നെ പൂർണ്ണമായിട്ട് മാറ്റിമറിക്കാൻ പോകുന്ന വളരെ പവർഫുള്ളായ ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മളിൽ ഭൂരിഭാഗം ആളുകളും ജനിക്കുന്നു, ജീവിക്കുന്നു, ഒടുവിൽ ഒരു മാറ്റവുമില്ലാതെ അങ്ങനെ തന്നെ മരിച്ചു പോകുന്നു. സത്യം പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഇതിലും വലിയൊരു പരാജയം വേറെ ഉണ്ടായില്ല. നമ്മൾ ഈ ഭൂമിയിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഒരു വലിയ ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ ഒരു മാറ്റം ഉണ്ടാകണം. നമ്മൾ ജനിച്ച അതേ പഴയ ചിന്തകളും പഴയ രീതികളും പഴയ മൈൻഡ് സെറ്റും വെച്ചുകൊണ്ട് തന്നെയാണോ മരിക്കേണ്ടത്? തീർച്ചയായിട്ടും അല്ല. നമ്മുടെ ജീവിതം പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ നമ്മെ സഹായിക്കുന്ന ഒരു അത്ഭുത സമയത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. അതാണ് ബ്രഹ്മമുഹൂർത്തം. ഇതിനെക്കുറിച്ച് കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നാം, ഇത് പണ്ടുള്ളവർ പറയുന്ന വെറും ഒരു പുലർച്ചെ എഴുന്നേൽക്കൽ മാത്രമാണല്ലോ എന്ന്. എന്നാലല്ല, ഇന്ന് നമ്മൾ ഇതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പോവുകയാണ്. ഇതൊരു സാധാരണ സമയമല്ല. നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ ഇതിന് എങ്ങനെ സാധിക്കുമെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ബ്രഹ്മമുഹൂർത്തം എന്നാൽ കൃത്യമായി എന്താണെന്നാണ്. നമ്മുടെ ഭൂമിയുടെ ഒരു ഡെയിലി സൈക്കിൾ എടുത്ത് നോക്കിയാൽ അതിൽ നമ്മുടെ കോൺഷ്യസ്നസ് അല്ലെങ്കിൽ നമ്മുടെ ബോധം ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആകുന്ന ഒരു സമയമുണ്ട്. അതായത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് എന്തിനേയും സ്വീകരിക്കാൻ ഏറ്റവും പാകപ്പെട്ടിരിക്കുന്ന സമയം, എന്തും എളുപ്പത്തിൽ ഉൾക്കൊള്ളാൻ പാകത്തിലുള്ള ഒരു ഗോൾഡൻ ടൈം. സത്യത്തിൽ എന്താണ് ഈ ബ്രഹ്മം എന്ന് പറഞ്ഞാൽ? പ്യുവർ കോൺഷ്യസ്നസ് അല്ലെങ്കിൽ ശുദ്ധമായ ബോധം എന്നാണ് ഇതിന്റെ അർത്ഥം. അതായത് ഏതൊരു കാര്യത്തെയും വളരെ ആഴത്തിൽ മനസ്സിലാക്കാനും ഫീൽ ചെയ്യാനും അതിൻ്റെ യഥാർത്ഥ അർത്ഥം തിരിച്ചറിയാനുമുള്ള നമ്മുടെ ഉള്ളിലെ കപ്പാസിറ്റി. ഈ ഒരു കപ്പാസിറ്റി എപ്പോഴാണോ ഏറ്റവും കൂടുതൽ പവർഫുൾ ആകുന്നത്, ആ സമയത്തെയാണ് നമ്മൾ ബ്രഹ്മമുഹൂർത്തം എന്ന് വിളിക്കുന്നത്. ഇനിയൊന്ന് ചിന്തിച്ചു നോക്കൂ, എപ്പോഴാണ് ഈ സമയം വരുന്നത്? സൂര്യോദയത്തിന് ഏകദേശം 1.5 മണിക്കൂർ മുമ്പുള്ള സമയം. കൃത്യമായി പറഞ്ഞാൽ പ്രകൃതിയിൽ സംഭവിക്കുന്ന ആ 48 മിനിറ്റാണ് ഈ ബ്രഹ്മമുഹൂർത്തം. ഇതിനെ നമ്മൾ ആത്മസാക്ഷാത്കാരത്തിന്റെ സമയമൊന്നും വിളിക്കാറുണ്ട്. ലളിതമായി പറഞ്ഞാൽ, നിങ്ങൾക്ക് നിങ്ങളെ തന്നെ അറിയണമെങ്കിൽ, നിങ്ങളുടെ യഥാർത്ഥ കഴിവ് തിരിച്ചറിയണമെങ്കിൽ ഈ സമയത്ത് എഴുന്നേൽക്കാൻ തുടങ്ങണം. എന്തുകൊണ്ടാണ് ഈ സമയം ഇത്ര പ്രത്യേകതയുള്ളതായിട്ട് മാറുന്നത്? നമുക്ക് ചുറ്റുമുള്ള ലോകം ശാന്തമായിട്ടിരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് സ്വാഭാവികമായും ശാന്തമായിരിക്കും. ഉള്ളിൽ ചിന്തകളുടെ അനാവശ്യ ബഹളങ്ങൾ ഉണ്ടാകില്ല. ഈ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്താലും അത് നിങ്ങളുടെ ജീവിതത്തിൽ ആഴത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കും. നിങ്ങൾ ജീവിതത്തിൽ പല കാര്യങ്ങളും ചെയ്യാൻ ശ്രമിച്ച് പരാജയപ്പെട്ട് മടുത്തിരിക്കുകയാണോ? എങ്കിൽ ഒരേ ഒരു തവണ ഈ സമയത്ത് എഴുന്നേറ്റ് ചില നല്ല കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിന്റെ ഏറ്റവും ആഴത്തിലുള്ള തലത്തിൽ മാറ്റം വരുന്നത് നിങ്ങൾക്ക് കാണാം. കാരണം ഈ സമയത്ത് പ്രപഞ്ചത്തിൽ നിന്നുള്ള കോസ്മിക് എനർജി അല്ലെങ്കിൽ പോസിറ്റീവ് എനർജി സാധാരണ സമയത്തേക്കാൾ 10 ഇരട്ടി കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് ഈ സമയത്ത് മെഡിറ്റേഷൻ അല്ലെങ്കിൽ ധ്യാനം ചെയ്യണമെന്ന് പറയുന്നത്. ഇനി സയന്റിഫിക് ലെവലിൽ നോക്കിയാൽ പോലും ഈ സമയത്ത് നമ്മുടെ ബോഡിയിൽ നാച്ചുറലി മെലാറ്റോണിൻ എന്ന ഹോർമോൺ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്ട്രെസ് ഹോർമോൺസ് വളരെ കുറവായിരിക്കും. ഇപ്പോൾ നിങ്ങളിൽ പലരും ചിന്തിക്കുന്നുണ്ടാവും, എനിക്കങ്ങനെ വലിയ സ്ട്രെസ് ഒന്നുമില്ലല്ലോ എന്ന്. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ ലോകത്ത് സ്ട്രെസ് ഇല്ലാത്ത ഒരു വ്യക്തി പോലും ഉണ്ടാവില്ല. എനിക്കും ഉണ്ട്, നിങ്ങൾക്കും ഉണ്ട്. പക്ഷെ അതിൻ്റെ ലെവൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് മാത്രം. ചിലർ അതിനെക്കുറിച്ച് ബോധവാന്മാരാണ്, അവർ അത് നന്നായിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. എന്നാൽ മറ്റു ചിലരുടെ ഉള്ളിൽ ഈ സ്ട്രെസ് സൈലന്റ് ആയി കിടന്ന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടാവും. അവരുടെ മെന്റൽ കപ്പാസിറ്റി കുറയുന്നുണ്ടാവും, പക്ഷേ അവരത് അറിയുന്നത് പോലും ഇല്ല. ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ ബ്രെയിൻ തീറ്റ അല്ലെങ്കിൽ ആൽഫ സ്റ്റേറ്റിലായിരിക്കും. ഈ ഒരവസ്ഥയിൽ നമ്മുടെ ഇൻഡ്യൂഷൻ പവർ അല്ലെങ്കിൽ ആത്മജ്ഞാനം വളരെ സ്ട്രോങ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് നിങ്ങൾ എന്താഗ്രഹിച്ചാലും എല്ലാം വളരെ വേഗത്തിൽ സഫലമാവും. കാരണം അവ നേരിട്ട് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്കാണ് എത്തുന്നത്. കൂടാതെ നമ്മുടെ ഇമോഷണൽ ഹീലിംഗ് എല്ലാം കൂടുതൽ നടക്കുന്നത് ഈ സമയത്താണ്. അതുകൊണ്ട് ഡിപ്രഷൻ, ആൻസൈറ്റി, നെഗറ്റിവിറ്റി എന്നിവയൊക്കെ ഉള്ളവർ ഈ സമയത്ത് വെറുതെ ഒന്ന് എഴുന്നേറ്റിരുന്ന് പ്രകൃതിയെ ഒബ്സർവ് ചെയ്താൽ മാത്രം മതി. ആ നെഗറ്റീവ് ഫീലിംഗ് എല്ലാം നാച്ചുറലി ഇല്ലാതാകും. നമ്മുടെ ഇന്റേണൽ
ക്ലെൻസിങ്ങിന് ഏറ്റവും പറ്റിയ ബെസ്റ്റ് ടൈമാണിത്. നമ്മുടെ ഉള്ളിൽ എപ്പോഴും 2 വശങ്ങളുണ്ടെന്ന് മനസ്സിലാക്കുക. ഒന്ന് നമ്മുടെ ഹയർ സെൽഫ്, മറ്റൊന്ന് നമ്മുടെ ലോവർ സെൽഫ്. ഹയർ സെൽഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും ക്ലിയറായ, ക്രിയേറ്റീവായ, സ്ട്രോങ് ആയ നമ്മുടെ പോസിറ്റീവ് വശമാണ്. എന്നാൽ ലോവർ സെൽഫ് എന്നാൽ നമ്മുടെ ഉള്ളിലെ ഭയം, മടി, അഹങ്കാരം, ദേഷ്യം തുടങ്ങിയ നെഗറ്റീവ് വശങ്ങളാണ്. നമ്മൾ ഈ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ ഹയർ സെൽഫാണ് ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആവുന്നത്. നമ്മുടെ ജീവിതം ഈ ലോവർ സെൽഫിൽ നിന്നും ഹയർ സെൽഫിലേക്ക് മാറ്റാൻ ഈ സമയം നമ്മളെ വളരെയധികം സഹായിക്കും. സൂര്യൻ ഉദിക്കുന്നതിന് മുൻപ് നിങ്ങൾ ഉണർന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് തനിയെ ഒരു പ്രോപ്പർ അലൈൻമെൻറ്റിലേക്ക് വരും. ദിവസവും നിങ്ങൾക്ക് ഒരുപാട് സമയം എക്സ്ട്രാ കിട്ടും. നിങ്ങളുടെ ജോലികളെല്ലാം കൃത്യമായി ചെയ്യാൻ സാധിക്കും. പക്ഷെ ആളുകൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ? ഈ സമയത്ത് എഴുന്നേറ്റിട്ട് ഞാനിപ്പോൾ എന്ത് ചെയ്യാനാ, എനിക്കൊന്നും ചെയ്യാനില്ലല്ലോ, ബോറടിക്കും എന്നവർ പറയും. ഒടുവിൽ അവർ എഴുന്നേറ്റ് ഫോൺ നോക്കാൻ തുടങ്ങും. വീണ്ടും സോഷ്യൽ മീഡിയയിലെ നെഗറ്റിവിറ്റി ഉള്ളിലേക്ക് നിറയും. കാരണം ഇന്നത്തെ ലോകത്ത് ശ്രദ്ധ തിരിക്കാൻ ഒട്ടനവധി കാര്യങ്ങളുണ്ടല്ലോ. എന്നാൽ എൻ്റെ കൂട്ടുകാരെ, നിങ്ങൾ ഈ ഭൂമിയിൽ ജനിച്ചത് വെറുതെ ഒരു ആവറേജ് ജീവിതം നയിച്ച് താഴേക്കിടെയുള്ള ചിന്തകളുമായിട്ട് ജീവിച്ച് മരിക്കാനല്ല. നിങ്ങൾ ജനിച്ചത് ഉയരങ്ങളിലേക്ക് പറക്കാനാണ്, സന്തോഷത്തോടെ ഇരിക്കാനാണ്, ആനന്ദം അനുഭവിക്കാനാണ്, ലോകത്തിന് നല്ല കാര്യങ്ങൾ ചെയ്യാനാണ്. എന്ന് നിങ്ങളിത് മനസ്സിലാക്കുന്നുവോ അന്ന് മുതൽ നിങ്ങളുടെ ജീവിതം മാറ്റാൻ നിങ്ങൾ സ്വയം ശ്രമിച്ചു തുടങ്ങും. അതുകൊണ്ട് ഈ സമയത്തിൻ്റെ വില മനസ്സിലാക്കൂ. വെറുതെ ഉറങ്ങി തീർക്കരുത്. രാവിലെ 8 മണി വരെ ഉറങ്ങുന്ന ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ തളർച്ചയും മടിയും ജീവിതകാലം മുഴുവൻ വിട്ടുപോകില്ല. രാവിലെ നേരത്തെ എഴുന്നേൽക്കുക എന്നത് എല്ലാവർക്കും നിർബന്ധമാണ്. നിങ്ങളുടെ മുകളിൽ ചോദ്യം ചെയ്യാൻ ആരുമില്ലാത്തത് കൊണ്ട്, നിങ്ങളെ തട്ടി വിളിക്കാൻ ആരുമില്ലാത്തത് കൊണ്ട് മാത്രമാണ് നിങ്ങൾ എപ്പോഴും ഉറങ്ങുന്നത്, ഈ ശരാശരി ജീവിതം കൊണ്ട് തൃപ്തിപ്പെടുന്നത്. ജീവിതത്തിൽ നല്ലൊരു മാറ്റം തിരഞ്ഞെടുക്കൂ, മികച്ചൊരു ജീവിതം തിരഞ്ഞെടുക്കൂ. നന്ദി, നമസ്കാരം.